നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. CITU സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് മെഡിക്കൽ ഉപകരണങ്ങൾ സമാഹരിച്ച് കൈമാറി. PR ബാലൻ മാസ്റ്റർ ആർദ്രം പാലിയേറ്റീവ് സൊസൈറ്റിക്ക് ഉപകരണങ്ങൾ കൈമാറിയ ചടങ്ങ് CITU സംസ്ഥാന കമ്മിറ്റി അംഗം ഉല്ലാസ് കളക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. CITU ഏരിയ പ്രസിഡന്റ് CD സിജിത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ ട്രഷറർ ലതാ ചന്ദ്രൻ, ആർദ്രം പാലിയേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി TL ജോർജ് എന്നിവർ പ്രസംഗിച്ചു. ഏരിയ സെക്രട്ടറി KA ഗോപി സ്വാഗതവും ER വിനോദ് നന്ദിയും പറഞ്ഞു. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തുടർച്ചയായി തൊഴിലാളി ലോക നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണാതിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൊഴിലാളികളുടെ താല്പര്യങ്ങൾക്കാണെന്ന് പറഞ്ഞുകൊണ്ട് നിലവിലുള്ള 24ഓളം വരുന്ന തൊഴിൽ നിയമങ്ങൾ റദ്ദ് ചെയ്തുകൊണ്ട് 4 ലേബർ കോഡുകളാക്കി മാറ്റിയിരിക്കുകയാണ്. ഗവൺമെന്റ് BJP അവകാശപ്പെടുന്നത് തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി, ക്ഷേമങ്ങൾക്ക് വേണ്ടി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആ ലേബർ കോഡിലൂടെ വളരെ കൃത്യമായി തന്നെ രാജ്യത്തിൻ്റെ അകത്തുള്ള കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി തൊഴിലാളികളെ കൂടുതൽ ദുരിതപൂർണമായ സാഹചര്യത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ള ഒരു നിയമമാണ് യഥാർത്ഥ ലേബർ കോഡുമായി ബന്ധപ്പെട്ട് കാണാൻ വേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ അടുത്ത് അത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. പല ഘട്ടങ്ങളിലായി പാർലമെന്റിന്റെ അകത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും പാർലമെന്റിന്റെ പുറത്ത് ട്രേഡ് യൂണിയനുകൾ, EMS ഒഴികെയുള്ള ട്രേഡ് യൂണിയനുകളെല്ലാം തന്നെ അതിശക്തമായിട്ടുള്ള സമരപ്രഖ്യാപനം നടത്തുകയുണ്ടായി. നാം നടത്തിയ സമരങ്ങളുടെ എല്ലാം ഭാഗമായിട്ടാണ്, പരിമിതമായിട്ടാണെങ്കിലും ആ ലേബർ കോഡ് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് മുൻകാലങ്ങളിൽ നടത്താൻ കഴിയാതെ പോകുന്നു. ഇപ്പോൾ വളരെ ഏകപക്ഷീയമായി തന്നെ അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. മറ്റൊരു വിചിത്രമായിട്ടുള്ള സംഭവം, ഇവിടെ BJP സർക്കാർ ആ നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ, BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ, എന്തിനേറെ പറയുന്നു കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും രാജാവിനെക്കാളും വലിയ രാജ്യഭക്തിയോടുകൂടി ഈ ലേബർ കാർളം ഗ്രാമപഞ്ചായത്ത് അംഗം, വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള CPI നേതാവായിരുന്ന NR കോച്ചന്റെ ചരമവാർഷിക ദിനം ആചരിച്ചു. ദിനാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനവും അവാർഡ് സമർപ്പണവും കയ്പമംഗലം MLA KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം KS ബൈജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CPI സംസ്ഥാന കമ്മിറ്റി അംഗം TK സുധീഷ്, മണ്ഡലം സെക്രട്ടറി NK ഉദയപ്രകാശ്, മുൻ സംസ്ഥാന കൗൺസിൽ അംഗം K ശ്രീകുമാർ, BKMU ജില്ലാ ജോയിന്റ് സെക്രട്ടറി CK ദാസൻ, കാർളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രിയ സുനിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രസീന ജയൻ, AIYF മണ്ഡലം സെക്രട്ടറി ശ്യാംകുമാർ PS, AISF മണ്ഡലം സെക്രട്ടറി PV വിഘ്നേഷ് എന്നിവർ പ്രസംഗിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി M സുധീർ ദാസ് സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി CK ആരോമൽ നന്ദിയും പറഞ്ഞു. നിരവധിയായിട്ടുള്ള സമരങ്ങൾ ഈ വെള്ളാനിയിലെ പോലെ തന്നെ കേരളത്തിലെ ഓരോ ഗ്രാമപ്രദേശങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അങ്ങനെയുള്ള വിഭാഗം ജനങ്ങളെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ചു വന്നവരാണ് പിന്നീട് ജനകീയ നേതാക്കന്മാരായിട്ട് ഉയർന്നു വന്നത്. അവർ പിന്നെ പ്രാദേശിക തല ഭരണ സംവിധാനത്തിന്റെ അംഗങ്ങളും ഭരണാധികാരികളും ഒക്കെ ആയിട്ട് മാറുകയുണ്ടായി. ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ നേതാവായി അവർക്ക് വളരാൻ കഴിഞ്ഞത് അവരോടൊപ്പം അവരുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കാളികളായിക്കൊണ്ട് ജീവിക്കുകയും അവർക്ക് വിശ്വസിച്ച് ആശ്രയിക്കാവുന്നവരാണ് ഈ നേതാക്കന്മാർ എന്നവർക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാം ഏറ്റവും വലിയ ജനനേതാക്കന്മാരായിട്ട് മാറിയത്. ആ ഒരു സംഘടനാ ബോധത്തിന്റെയും അതിലൂടെ ലഭ്യമായ രാഷ്ട്രീയ നിലപാടുകളുടെയൊക്കെ ശക്തമായ പിന്തുണയോടെയാണ് കേരളത്തിലെ കർഷക തൊഴിലാളി പ്രസ്ഥാനവും
തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗമായുള്ള സമേതത്തിന്റെ ഉപജില്ലാതല അമ്മ വായനയുടെയും പുസ്തക വിതരണത്തിന്റെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി.കെ. സുധീഷ് നിർവഹിച്ചു. നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രവീൺ ഞാറ്റുവെട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ BPC സത്യപാലൻ KR പുസ്തക വിതരണം നിർവഹിച്ചു. TS സജീവൻ, KR വത്സലകുമാരി എന്നിവർ പ്രസംഗിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് സൂപ്രണ്ട് പ്രേംജി PJ സ്വാഗതവും ഉപജില്ലാ കോർഡിനേറ്റർ കവിത KJ നന്ദിയും പറഞ്ഞു. മാത്രം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒന്നല്ല. ക്ലാസ് മുറികളിലും അതുപോലെ തന്നെ നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെ മതിൽക്കെട്ടുകൾക്കകത്ത് മാത്രമായിട്ട് നേടേണ്ടതല്ല വിദ്യാഭ്യാസം എന്നുള്ളൊരു പൊതുവായിട്ടുള്ള ധാരണ തീർച്ചയായിട്ടും എൻ്റെ മുന്നിലിരിക്കുന്ന അമ്മമാർക്കുണ്ടാവും, പ്രിയപ്പെട്ട അധ്യാപികമാർക്കും ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. അത് നമ്മുടെ ഓരോ ചുവടുവെപ്പിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും നാം ആർജിക്കേണ്ടതായിട്ടുള്ള ഒന്നാണ് വിദ്യ എന്ന് പറയുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ താല്പര്യമില്ല. അതൊരു ജീവിത പാഠമാണ്. അത് പുസ്തകങ്ങളിൽ നിന്ന് മാത്രമല്ല, അധ്യാപകരിൽ നിന്ന് മാത്രമല്ല, രക്ഷിതാക്കളിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെ നേടിയെടുക്കേണ്ടതായിട്ടുള്ള ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിനോട് നിങ്ങളെല്ലാവരും യോജിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഈ ഒരു സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് അത് ആസൂത്രണം ചെയ്യുന്ന ആ ഒരു കാഴ്ചപ്പാടിലൂടെ സമൂഹവുമായിട്ടുള്ള ഇടപഴക്കത്തിലൂടെ അവരുമായി ഇഴുകിച്ചേർന്നതിലൂടെ ഓരോ കുട്ടികളെയും അവൻ്റെ മനസ്സ് വികസിപ്പിക്കുക, അവൻ ഒരു നമ്മുടെ സമൂഹത്തിൽ ഒരു ഫിറ്റായി തീരാവുന്ന രീതിയിലുള്ള ഒരു പൗരനായി വളർത്തിയെടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ വിദ്യാഭ്യാസ പദ്ധതി ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് വിദ്യാനികേതനിൽ സംഘടിപ്പിച്ച KG വിദ്യാരംഭ ചടങ്ങ് വിദ്യാരംഭം അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോയ് പിണിക്കപ്പറമ്പിൽ, പ്രിൻസിപ്പൽ ഫാദർ ജോയ് ആലപ്പാട്ട് എന്നിവർ പ്രസംഗിച്ചു. KG കോർഡിനേറ്റർ ജയശ്രീ കിഷോർ സ്വാഗതവും പ്രജിത നന്ദിയും പറഞ്ഞു. ഞാൻ ആദ്യം MLA സമയത്ത് ഈ വിദ്യാലയത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടങ്ങുന്ന സമയമായിരുന്നു. തുടർന്നങ്ങോട്ട് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഓരോ വളർച്ചയും അഭിമാനപൂർവ്വം നോക്കിക്കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്കും വ്യക്തിപരമായി ഈ വിദ്യാലയത്തെക്കുറിച്ച് വലിയ മതിപ്പ് ഉണ്ടായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുടുംബത്തിനും വലിയ കടപ്പാടുള്ള ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനമാണിത്. എൻ്റെ മൂത്ത മകൾ നിക്കിറ്റ തോമസ് ആ മോളെ പഠിപ്പിച്ച് മിടുക്കിയാക്കിയത് ക്രൈസ്റ്റ് വിദ്യാനികേതനാണ്. ഇന്ന് നല്ല ഡോക്ടറായി UK പോയി, അതുപോലെ തന്നെ ആശ്മത്സരത്തിലും പോയി മിടുക്കിയായി ജീവിച്ച് മുന്നോട്ട് പോകുന്ന എൻ്റെ മൂത്ത കുട്ടി നിക്കിറ്റയെ വാർത്തെടുത്തത് ഈ വിദ്യാലയമാണെന്ന് പറയുമ്പോൾ ഒരു എല്ലാ അനുഭവത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് ഞാനെന്ന് പറയുമ്പോൾ ഏറ്റവും നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും ഈ ക്രൈസ്റ്റ് വിദ്യാലയത്തെക്കുറിച്ച്. ഇവിടെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവരുടെ കുഞ്ഞു മക്കളുമായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട, നമ്മുടെ ക്രൈസ്റ്റ് വിദ്യാനികേതൻ ആ കുഞ്ഞുങ്ങളെ ജ്ഞാനത്തിൻ്റെ വിവേകത്തിൻ്റെ വലിയ മേഖലയിലേക്ക് കടത്തിക്കൊണ്ടുപോകും. പ്രിയപ്പെട്ട നമ്മുടെ അധ്യാപകർ, നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാലയത്തിലെ മറ്റ് ബന്ധുമിത്രാദികൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു കുടുംബം പോലെ ആ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കും. ഇരിങ്ങാലക്കുട KC ലിമിറ്റഡിൽ നിന്നും വിരമിക്കുന്ന ജനറൽ മാനേജർ M. അനിലിന് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം KC ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പോൾ ഫ്രാൻസിസ് K. ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഹോൾ ടൈം ഡയറക്ടർ
ഡോണി ജോർജ് അക്കരക്കാരൻ, ജനറൽ മാനേജർ ഷെന്തിൽ കുമാർ, വിനോദ് കുര്യൻ, രമേഷ് കുമാർ, അനിൽകുമാർ MP, സുമൻ പോൾസൺ, അജയൻ NK, ജെയ്സൺ PJ, അജി ML, അജോയ് ആൻഡോ ബേബി എന്നിവർ പ്രസംഗിച്ചു. പിന്നെ അനിലിനെ പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു, സെയിം പേഴ്സണാണ്. അത്ര നല്ലൊരു ടോക്കറല്ല, എന്നാലും ഇതൊരു വലിയ ഗാദറിംഗ് ആണ്. സെയിം തിങ് എനിക്ക് പറയാൻ കഴിയുള്ളൂ, സെയിം പേഴ്സണാണ്. ഞാൻ പറയായിരുന്നു, അനിലിനോട് ചോദിച്ചപ്പോൾ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പില്ല, സാമനാഥപുരം സ്റ്റാർട്ട് ചെയ്തപ്പില്ല, വേദഗിരി തൊട്ടാണ് അതിൻ്റെ ഡയലോഗ് മനസ്സിലാവുന്നത്. വേദഗിരി എൻ്റെ ഓർമ്മ 97 തുടങ്ങിയത്. ബട്ട് അനിൽ 90 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 85 തൊട്ട് ഫാദർ ഇതിലായതുകൊണ്ട് എനിക്ക് അറിയാം. പക്ഷേ 85 തൊട്ട് ഞാനും പറഞ്ഞു, വണ്ടി ഓടിച്ചു പഠിക്കുന്ന സമയമാണ്. വളരെ ലിമിറ്റഡ് കാറുകളുള്ളൂ. അന്ന് ഞങ്ങളുടെ ഫാമിലി KP 2 കാറുണ്ട്, ബുക്ക് ചെയ്യണം, എന്നാലേ കിട്ടുള്ളൂ. KSP കാറുണ്ടായിരുന്നു. അപ്പോൾ സൺഡേ മെയിൻ്റനൻസിനൊക്കെ അപ്പം ഡ്രൈവറില്ലാത്തതുകൊണ്ട് എന്നെ ഇവിടെ കൊണ്ടുവരാറുണ്ട്. സൺഡേ മെയിൻ്റനൻസ് ചിലപ്പോൾ ഇവിടെ സൂപ്പർവൈസ് ചെയ്യാൻ വരാറുണ്ട്. ഇതുപോലെ ഞാൻ ആലോചിക്കായിരുന്നു, ലൈക്ക് അന്ന് പലവരും ഉണ്ടായിരുന്നു അറിയുന്നവർ. ഞാനും പറഞ്ഞു, അനിലാണ് എനിക്ക് ലാസ്റ്റ് അറിയുന്ന ഒരാൾ ഇവിടെ ഉള്ളത്. ബാക്കിയൊക്കെ പുതിയവരാണ്. സാമനാഥപുരം സ്റ്റാഫിനും ഞാൻ അവിടെ കൺസ്ട്രക്ഷൻ ടൈമിൽ പോയിട്ടുണ്ട്. 86-87 ഇന്നോവേഷനും പോയിട്ടുണ്ട്. ഈ മുഖത്തിലാരും ഞാൻ അറിയണമില്ല. ഒക്കെ ഇവിടെ വന്ന് പരിചയമുള്ളവർ വലിയൊരു 10-15 കൊല്ലമായിട്ടുള്ളൊരു പരിചയമുണ്ട്. ഇരിങ്ങാലക്കുട ആവിയാസ് ഗ്ലോബൽ ലേണിംഗ് കൊച്ചി ജൂ വിന്നർ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മാനേജ്മെന്റ് സ്റ്റഡീസുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ഗ്രാജുവേഷൻ സെറിമണി കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ ഉദ്ഘാടനം ചെയ്തു. ബിബിൻ ചെറിയാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് ജെ ചിറ്റിലപ്പിള്ളി ആശംസകൾ നേർന്നു. ഡയറക്ടർ സ്വപ്ന ജോസ് സ്വാഗതവും അക്കാദമിക് ഹെഡ് ഡോക്ടർ ജോബി ജോൺ നന്ദിയും പറഞ്ഞു. വലിയ അഭിമാനത്തിൻ്റെ മുഹൂർത്തമാണ്. ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തിയെയും സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ആത്മാവ് എന്ന് പറയുന്നത് ഇവിടെ പഠിക്കുന്ന കുട്ടികളാണ്. നിങ്ങൾ അത്ഭുതപ്പെടും. നിങ്ങൾക്കിതാ ഒരു പുതിയ വാതായനം തുറക്കപ്പെട്ടിരിക്കുന്നു. അതിനുള്ള പ്രകാശം ഇവിടെ ദീപ്തമായി കഴിഞ്ഞിരിക്കുക. അതിന് തന്നെ ഇന്ന് ഗ്രാജുവേഷൻ സെറിമണിയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവരും ഞാൻ ആദ്യമായി എല്ലാ വിജയാശംസകളും നന്മകളും ഭാവുകങ്ങളും സ്നേഹപൂർവ്വം നൽകുന്നു. 9 പേരിൽ 2 പേർ ഓൾറെഡി പോസ്റ്റിംഗ് ആയിരിക്കുന്നു എന്ന് പറയുന്നത് something great, and the 3rd and the 4th are awaiting according to the words of the President. And all others, your chances are also very close. I believe and I pray that you all 9 graduates will be hosted very reputed companies within a short time. You remember, നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇതാണ്, നിങ്ങൾ പഠിച്ചിരിക്കുന്നത് വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഉള്ള ഒരു ട്രെയിനിങ്. മനുഷ്യ ജീവിതങ്ങളെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചു തരികയാണ്. ഏവിയേഷൻ ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ ഭൂമിയിൽ നിന്ന്
ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.